ഹായ്, ഞാനിപ്പം സൈലൻറ്റ് വാലി നാഷണൽ പാർക്കിലാണ് കേട്ടോ. അപ്പം ഞാനിന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു. പക്ഷേ KSRTC ബസ് എന്തൊക്കെയോ തകരാറായിട്ട് പിന്നെ ആ ബസ് മാറ്റേണ്ടിയൊക്കെ വന്നു. അങ്ങനെ ഞാൻ ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ലേറ്റായി. അതുകൊണ്ട് പിന്നെ ഈ ഉച്ച സമയത്ത് പിന്നെ ഈ ഫോറസ്റ്റിലേക്കൊന്നും പോയിട്ട് അധികം ആനിമൽസിനൊന്നും നമുക്ക് കാണാൻ ചാൻസ് ഇല്ല. ഭാഗ്യമാണ്. അപ്പോൾ ഞാനെന്തായാലും ഇന്ന് പോകുന്നില്ല. ഞാനിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് നാളെ കാലത്ത് 8 മണിക്കാണ് ഒരു ബസ് സമയം പറഞ്ഞത്. അപ്പോൾ നാളെ 8 മണിക്ക് പോകാനുള്ള പരിപാടിയാണ്. ഓൾറെഡി ഞാൻ എന്താണ് കാക്കുപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ റൂം എടുത്തിട്ടുണ്ട്. അപ്പം ഒരു ബാഗ് അവിടെ വെച്ചിട്ട് ക്യാമറേൻ്റെ ഒക്കെ ബാഗായിട്ടപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ അഗളി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, അതായത് ആ വഴി തന്നെ വാൽപ്പാറയ്ക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നു. അവിടുന്ന് അഗളി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞിട്ടൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. എന്താണ് നരസിമുക്ക് എന്തായിരുന്നു, എന്തൊരു വ്യൂ പോയിൻ്റ്, നരസിമുക്ക് വ്യൂ പോയിൻ്റോ അങ്ങനെ തോന്നുകയാണെന്ന് അതിൻ്റെ പേര്. നരസിമുക്ക് വ്യൂ പോയിൻ്റ് അങ്ങനെയാണെന്ന് തോന്നുന്നു ആ വ്യൂ പോയിൻ്റിൻ്റെ പേര്. ഇപ്പോൾ ഞാനിപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇപ്പോൾ ആ വ്യൂ പോയിൻറ്റിലേക്കുള്ള റോഡിലിപ്പോൾ കയറിയിട്ട് ഇപ്പം മുകളിലേക്ക് ഞാൻ പോകും. ഒരു 2.9 കിലോമീറ്റേഴ്സ് നമുക്ക് മുകളിലേക്ക് നടന്നു പോകണം. അപ്പോൾ ഞാനൊരു ജീപ്പ് ഡ്രൈവർ, അതായത് ചേട്ടനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞേ ഇത് കയറ്റായതുകൊണ്ട് ഓട്ടോ മുകളിലേക്ക് പോവില്ല. അപ്പോൾ ഞാൻ പറയുന്ന കുഴപ്പമില്ല, 2.9 കിലോമീറ്റർ നമുക്ക് നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ എത്തുമെന്ന് അറിയില്ല. അപ്പോൾ മുകളിലേക്ക് നടക്കുകയാണ്. ഇപ്പോൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഈ വഴിയുണ്ടോ, ഫുള്ള് ഗ്രീനാണ്. എന്താ ഭംഗിയാണ് നോക്കിയ പ്രകൃതിയൊക്കെ. ആയി അടിപൊളിയല്ലേ അല്ലേ. അപ്പോൾ ഏതാണ്ട് ഇപ്പം വൈകുന്നേരമായി. ഇപ്പം എത്രയും പെട്ടെന്ന് പോയി ഇറങ്ങണം. ഇനി ഇവിടുന്ന് ബസ് കിട്ടുമെന്നറിയില്ല. ഏതാണ്ട് കാക്കുംപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് കക്കുംപാറയായിരുന്നു സ്ഥലമായിരുന്നു. ഞാൻ റൂം എടുത്തിരുന്ന സ്ഥലത്തിൻ്റെ പേര് മറന്നു പോകുന്നത്. അപ്പോൾ അവിടുന്ന് ഏതാണ്ട് ബസ്സിന് 28 രൂപ ചാർജ് ഈ അഗളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇവിടെ ഒരുപാട് മലയുടെ മുകളിൽ ഈ വിൻഡ് പവർ പ്ലാന്റ് ഉണ്ടോ, വീണോ മലയുടെ മുകളിൽ. ഓക്കെ, കുറച്ച് പോകാനുണ്ട് കേട്ടോ. കയറ്റായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് നടക്കാൻ. ഇതിൻ്റെ മുകളിലാണെന്നാണ് പറഞ്ഞത് ഈ വ്യൂ പോയിൻ്റ്. പക്ഷേ വഴി കുറച്ച് വളഞ്ഞിട്ടാണ് പോലെ. ഇപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ ഇതിനുള്ളിൽ കയറാൻ പറ്റില്ലല്ലോ. ഓ, അതിൻ്റെ മണ്ടയ്ക്കൊരു വീട് കണ്ടോ, വീട് എന്താ ഇവിടെ ഈ ഭാഗത്ത് വിൻഡ് പവർ പ്ലാന്റ് ഇല്ല കേട്ടോ. ഒരു ചർച്ച്, ക്രിസ്ത്യൻ ചർച്ച് തന്നെയല്ല അവിടെ ദൂരത്ത്. കിളിക്കൂട് കണ്ടോ നിങ്ങൾ? പശുക്കൾ. രണ്ട് ചേച്ചിമാർ ഞാൻ നടന്നു പോകുന്നത്. ഞാൻ എന്നോട് പറഞ്ഞു, എന്തിനാ ഇത്രയും ദൂരമൊക്കെ പോകുന്നത്, ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് ഇങ്ങനെ കയറിയാൽ പോരെയെന്ന്. അപ്പോൾ ഞാനിപ്പോൾ ആ റോഡിൽ നിന്ന് ഇപ്പോൾ ക്രോസ് ചെയ്തിപ്പോൾ ഈ മല ഇങ്ങനെ കയറുക. കണ്ടോ
ഇത്രയും ദൂരം ചുറ്റി ഇങ്ങനെ വരുന്നേ. താങ്ക് യു ചേച്ചി. ചേച്ചി നല്ലൊരു കാര്യം ചെയ്ത്. എൻ്റെ പേരും യൂട്യൂബ് ചാനലൊക്കെ ചോദിച്ചു, പേരെന്താന്ന്. ആ ഇതന്നെ എന്നാണ് വ്യൂ പോയിന്റിലേക്കുള്ള വഴി. ഇവിടുന്ന് കുറച്ച് അകലെ തമിഴ്നാടാണ്. പിന്നെ ഏതാണ്ട് ബോർഡറിൽ തന്നെ പറയാൻ തോന്നുന്നു. ഗൂഗിൾ മാപ്പിൽ നോക്കിയ സമയത്ത് ഏതാണ്ട് കുറച്ച് അങ്ങോട്ട് തമിഴ്നാടാണ് കാണിക്കുന്നത്. കണ്ടോ, ഈ വഴി ഇങ്ങോട്ടാണ് വരണ്ടേ. അതിങ്ങനെ ചുറ്റി വന്നിട്ട് ഭയങ്കര മഴ, കാറ്റാട്ടോ, ഭയങ്കര കാറ്റാട്ടോ. അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും സൈലൻറ്റ് വാലി നാഷണൽ പാർക്ക് കാണാൻ വരികയാണെങ്കിൽ ഇവിടെ ഇതൊന്ന് വന്ന് കണ്ടു. ഈ വ്യൂ പോയിന്റ് അടിപൊളിയാണ്. ഇവിടെ ചാർജൊന്നുമില്ല. രാത്രിയൊന്നും വരരുത്, രാത്രിത്തെ സ്ഥിതി ഒന്നും അറിയില്ല. പകൽ വന്ന് കണ്ടു പോവാം. ഇവിടെയുണ്ടോ അവസാനം വരുന്നത് ഈ വ്യൂ പോയിന്റിൻ്റെ? ചേട്ടൻ ആടിനെ വെച്ച് തീറ്റിക്കാൻ വന്നിരിക്കുക, മേയ്ക്കാൻ വന്നിരിക്കുക. ചേട്ടൻ്റെ പേരെന്താ? കൃഷ്ണൻ. എല്ലാം ചേട്ടൻ്റെ ആണോ? ഓക്കെ. ഇതല്ലല്ലോ അവസാനം വരുന്നതല്ലേ? ഓക്കെ. എന്താണ്? അയ്യപ്പൻകാവ്. ഓ, അവിടുന്നോ? ആ ഓക്കെ. സിനിമയാ അയ്യപ്പൻകാവ്? ആ, അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞ സിനിമയൊക്കെ അവിടെ നിന്ന് പോലെ ചിത്രീകരിച്ചേ. കുറച്ചുകൂടി ഒന്നുകൂടി ഒന്ന് മുകളിലേക്ക് പോകാണ്ട്. ഞാൻ അവിടെ പോയി വരട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിന് കുറച്ചുകൂടി മുകളിലേക്ക് പോകണം പോലെ. മുകളിൽ പോയി നോക്കാം. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ. ഇതാണ് ഏറ്റവും അവസാനം വരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഒന്നുമില്ല, ഭയങ്കര കാറ്റാണ് ഇതിൻ്റെ മുകളിൽ. അവർ മണ്ണാർക്കാട് നിന്ന് വന്നിരിക്കുക കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇത്രയും സ്പേസേ ഉള്ളൂ ഇതിൻ്റെ ടോപ്പിൽ. കണ്ടോ, കുറച്ച് പേര് അവിടെ ഉണ്ടല്ലോ. ഞാനിന്ന് കണ്ടോ, ഞാനിതാ ആ പശുക്കൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ ആ പശുക്കൾ നിൽക്കുന്ന സ്ഥലം. അവിടെ നിന്ന് ഞാനിങ്ങനെ ക്രോസ് ചെയ്ത് കൊണ്ട് കയറിയത്. ഇവിടുന്ന് ചിലപ്പം വേഗം ഇറങ്ങും കേട്ടോ, കാരണം ഇവിടെ ബസ് ഏത് സമയം വരെ ഉള്ളതെന്നൊന്നും അറിയില്ല. കക്കാമ്പടി എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇനിയിപ്പം നാളെ രാവിലെ ഞാനിപ്പം സൈലൻറ്റ് വാലി ആ ഫോറസ്റ്റിനകത്തേക്ക് പോകുള്ളൂ. അത് അവിടുത്തെ ചാർജ് വന്നിരിക്കുന്നത്, ഞാൻ ഇന്ന് രാവിലെ അവിടെ പോയിരുന്നു. അപ്പോൾ അവർ പറയുന്നത് 2000 രൂപ. അപ്പോൾ നമ്മൾ സോളോ ആയിട്ട് ജീപ്പ് അടുത്ത് പോവുകയാണെങ്കിൽ 2000 രൂപയാണ് അവർ പറയുന്നത്. പിന്നെ ബസ്സുണ്ട്, ബസ്സിൽ അറിയില്ല, വാങ്ങിപ്പോലെ ഇരിക്കും. എന്തായാലും അതിരാവിലെ പോകണം. എന്തായാലും വന്ന സ്ഥിതിക്ക് എന്തായാലും കയറണം. ഇപ്പോൾ 2000 രൂപ ആണെങ്കിലും 600 രൂപ ആണെങ്കിലും എന്തായാലും കയറണം. എന്തായാലും ഇവിടെ വരെ വന്നാലേ എന്തായാലും താഴ്ത്തിറങ്ങട്ടെ. ഓക്കെ, അപ്പോൾ നാളെ ഈ ഫോറസ്റ്റിൻ്റെ കാട്ടിനകത്തെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ഓക്കെ.